ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന, പ്രത്യേകിച്ചും അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകൾ, സീസ് ഫയർ പ്രഖ്യാപനം, അതിന് രണ്ട് രാജ്യങ്ങൾക്കും അനുവദിച്ചിരിക്കുന്ന സമയക്രമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങും കേട്ടിട്ടുണ്ടാകുമല്ലോ. എത്രത്തോളം സാധ്യത കാണുന്നുണ്ട്? ഈ ലോക സാമ്പത്തിക ക്രമം തകിടമറിയുന്ന മാനങ്ങളിലേക്ക് ഈ സംഘർഷം വളരാൻ അമേരിക്കയോ ലോകത്തിലെ വികസിത രാജ്യങ്ങളോ അനുവദിക്കില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. നിലവിൽ അമേരിക്കയുടെ സ്ട്രൈക്കോട് കൂടി യുദ്ധം പേർഷ്യൻ ഗൾഫ് മേഖലയിലും ഗൾഫ് ഓഫ് ഒമാനിലേക്കും വ്യാപിക്കും എന്നുള്ള സാഹചര്യം ഉണ്ടായി. ഇറാൻ അമേരിക്കയുടെ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക താവളമായ ദോഹയിലെ വ്യോമ കേന്ദ്രം ആക്രമിച്ചു. അവിടെ 10,000-ഓളം അമേരിക്കൻ പട്ടാളക്കാർ തമ്പടിച്ചിരിക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല മറ്റ് കുവൈറ്റിലും അതുപോലെ ബഹ്റൈനിലെ നാവിക താവളമുണ്ട്. യമനിൽ അമേരിക്കയ്ക്ക് നാവിക താവളമുണ്ട്. അപ്പൊ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങള് അറ്റാക്ക് ചെയ്യാനുള്ള ഇറാന്റെ ശേഷി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. അതുപോലെ ഹോർമൂസ് കടലെടുക്ക് അടച്ചാലുണ്ടാവുന്ന സാമ്പത്തിക പ്രത്യാഘാതമൊക്കെ വലുതായിരിക്കും. അതോടൊപ്പം ഇറാന്റെ ഈ ന്യൂക്ലിയർ പദ്ധതിയെ പൂർണ്ണമായും തകർക്കുക അസാധ്യമാണെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരെല്ലാം പറയുന്ന കാര്യം. പക്ഷേ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറും ന്യൂക്ലിയർ ഫെസിലിറ്റീസും നിർണായകമായി തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അണുബോംബ് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഇനിയും ഉടനടി നീങ്ങാനുള്ള സാധ്യതകൾ അവസാനിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വരുന്നത്. ശരിയാണ്. അത് ഇനി ഏറെക്കാലം ഒരുപക്ഷെ ഇറാന് അത്തരത്തിലുള്ള സംഭരണം നടത്താൻ ഏറെക്കാലം എടുത്തേക്കാമെന്ന് ഉറപ്പാണ്. ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പൊ ഇന്നലെ ഖത്തറിലെ അമേരിക്കൻ ബേസ് ആക്രമിക്കാനുള്ള ഇറാന്റെ തീരുമാനം ഏതെങ്കിലും നിലയിൽ അറബ് രാജ്യങ്ങളെ ഈ പ്രശ്നത്തിൽ വേഗത്തിൽ ഇടപെടാനും ഒരു സമാധാനം സാധ്യമാക്കാനും പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. അതിനുള്ളൊരു ഒരു സൂചന എന്ന നിലയ്ക്കായിരുന്നു ഇറാൻ ആ നിലയിൽ അമേരിക്കൻ ബേസ് ആക്രമിച്ചത്. അങ്ങനെയും കണക്കാക്കാം. തീർച്ചയായിട്ടും കണക്കാക്കാം. കാരണം യുദ്ധം ഗൾഫ് മേഖലയിലേക്ക് വ്യാപിക്കുന്നത് അവിടെയുള്ള വേൾഡിലെ ഓയിൽ ഇക്കണോമിയെ ബാധിക്കും. അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ചൈനയെയാണ്. കാരണം ചൈന ഏറ്റവും അധികം ഇപ്പോഴും ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് സിംഹഭാഗവും ഈ കടലിടുക്കിലൂടെയാണ്. അതാ ഞാൻ പറയുന്ന ലോക ആഗോള സമ്പദ്ഘടനയെ അത് ബാധിക്കും. ഗൾഫ് മേഖല സംഘർഷ മേഖലയാക്കാൻ ലോകത്തിലെ ഒരു വൻശക്തി രാഷ്ട്രത്തിനും താല്പര്യമില്ല എന്നതാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് നിർണായകമായി തകർക്കാൻ കഴിഞ്ഞു. സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റില്ല. തകർക്കാൻ കഴിഞ്ഞു എന്ന സാഹചര്യം. ഇനി രണ്ടാമത്തത് അവിടുത്തെ റഷ്യയും ചേഞ്ചാണ്. അക്കാര്യത്തിൽ പക്ഷേ റഷ്യയും ചൈനയും ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇറാനിൽ ആയത്തുള്ള ഖൊമേനിയെ വധിക്കുവാനോ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റി ഒരു പാവ സർക്കാരിനെ, അത് റസാ പഹ്ലവി എന്ന് പറയുന്ന പ്രിൻസ് 1967 അദ്ദേഹം ഒരുപക്ഷെ ആ റെജീം ചേഞ്ച് ഒരുപക്ഷെ ഇനിയുള്ള മാസങ്ങളിൽ നിലവിൽ ഒരു രാജ്യത്തിനെതിരെ ആക്രമണങ്ങൾ ഭരണകൂടവും ജനങ്ങളും ഒക്കെ ഒരുമിച്ച് നിൽക്കുമെങ്കിലും പിന്നീട് അത് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് ഇറാനിൽ പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. വളരെ നന്ദി ശ്രീ പി ജെ വിൻസെന്റ് പ്രതികരിച്ചു.